അപ്പോൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഫറോക്കിൽ നമ്മളെ തങ്കം ജ്വല്ലറി ഗോപിയേട്ടൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലൊരു മൂർഖുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പാമ്പ് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാനിവിടെ വന്ന് നോക്കി, ഇതാ ഇതിൻ്റെ സ്റ്റൗവിൻ്റെ ചോട്ടിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു മൂർഖൻ്റെ കുട്ടിയാണ്. വലിയ മൂർഖനല്ല, ചെറിയ മൂർഖനല്ല. അപ്പോൾ ഞാനതിനെ എടുത്തിട്ട് പിന്നെ സഞ്ചിയിലാക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ആളുള്ളത് ടോർച്ചടിച്ചോളൂ. അതവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓ വേണ്ട വേണ്ട. ആ അവിടെ കുടുങ്ങി മുപ്പത്. പോരട്ടെ പോരട്ടെ. അങ്ങോട്ട് ചെറിയതായാലോ. ഓ മൂപ്പര് നല്ല സ്ട്രോങ്ങാ സാധനം. പോട്ടെ. ഈ ചെറിയ സാധനമാണ്, പെട്ടെന്ന് കടിച്ചാളും. ഈ വാല് പിടിക്കുമ്പോൾ തന്നെ തിരിഞ്ഞ് കടിച്ചാളും. നമുക്ക് ഭയങ്കര റിസ്ക് ആണ് ഈ ചെറിയ മൂർഖനൊക്കെ പിടിക്കാൻ. അതേപോലെ നമ്മളിങ്ങനെ ഈ കെട്ടുന്ന സമയത്ത് കൈ പെട്ടെന്ന് ഒഴിഞ്ഞു പോയില്ലേ, ഒഴിഞ്ഞു പോണ തലപടാണ് കടി റെഡി. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. തുണി പല്ലൊക്കെ പുറത്തു വരുമല്ലോ. തുണി ഇപ്പൊ നമ്മള് ഈ പാമ്പിനെ സേഫ് ആക്കണേ എന്ന് മാത്രമേ ഉള്ളൂ. തുണിമ തൊടാൻ പറ്റില്ല. കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഒക്കെ വളരെ ശ്രദ്ധിക്കണം. തുണി ബോട്ടലിലാക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഈ മുട്ടായിന്റെ ബോട്ടിലൊക്കെ ചില ഭാഗത്ത് വളരെ നൈസായിരിക്കും. ആഞ്ഞൊന്ന് കൊത്തിയ ബോട്ടിൽ ഓട്ടാവും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഇത് സേഫ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല ഇതുമ്പോൾ തൊട്ടാൽ കടി കിട്ടും, തൊടാൻ പാടില്ല. അപ്പോൾ ഓക്കെ.